ആധ്യാത്മിക ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് ദിക്റുല്ലാഹി, സുബ്ഹാനല്ലാഹ് അത് തസ്ബീഹ് അല്ലേ മോനെ, അല്ലാഹു അക്ബർ അത് തക്ബീർ അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് തഹ്ലീൽ അല്ലേ പൊന്നെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അത് ഹൗഖലയല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ബസ്മലയല്ലേ. അതിനെല്ലാം ഖുർആൻ വേറെ വേറെ പേരിട്ടിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ആ പേരറിയാം. അപ്പൊ ദിക്റുല്ലാഹി എന്ന് ഷാർപ്പായി പറയുമ്പോൾ, സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുമ്പോൾ വദുകുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ, നിന്റെ നാഥന്റെ പരിശുദ്ധ നാമം നീ ഉരുവിടുക. പരിശുദ്ധ ഖുർആനിൽ തിരുനബി തങ്ങൾക്ക് ഇഖ്റ ബിസ്മി റബ്ബിക എന്ന ആദ്യ പഞ്ചസൂക്തങ്ങൾക്ക് ശേഷം പിന്നീട് അവതരിച്ച ഭാഗമാണിത്. നമസ്കാരം വരുന്നതിന് മുൻപ്, നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ ഫർളാകുന്നതിന് മുൻപ് ദിക്റുല്ലാഹി എന്ന നാമജപം, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, വ്യത്യസ്തമായ രീതിയിൽ ഗുരുവര്യന്മാരുടെ ഉപദേശ നിർദ്ദേശത്തെ പരിപാലിച്ച് ദിക്ർ ദിക്റുല്ലാഹ്